ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു 3 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ. ഒരുപാട് കളറ് മാറുന്നവരെ വറുത്തെടുക്കരുത്, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചുകൊണ്ടാണ് വറുക്കുന്നത് കാണിക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് തൈര് എന്നുള്ള അളവ് ഇട്ടാൽ, അപ്പോൾ നിങ്ങൾ 1/2 ഗ്ലാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് റവ എടുത്താൽ മതി. അല്ലെങ്കിൽ കപ്പാണെങ്കിലും അങ്ങനെ തന്നെ 3 കപ്പിന് 1 കപ്പ് തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇതിലേക്ക് എനിക്ക് ഒരു 2.25 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഗ്ലാസ് റവ, അതുപോലെ 2.25 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് തൈരും കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ, ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ മാവൊക്കെ പോലെ ആ ഒരു പാകത്തിനൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ കലക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ ഒന്ന് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില, ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞളും മുളകൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കടുക് താളിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ അപ്പക്കാരാണ്. അപ്പോൾ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. സോഡാപ്പൊടി മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വളരെ കുറച്ചാണ് സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല പോലെ ഒരുപാട് അങ്ങോട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ നിറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഡ്ഡലി തട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിലോ ചെമ്പിലോ വെച്ചിട്ട് നിങ്ങൾക്കിത് ആവി കയറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ എല്ലാ തട്ടിലും ഞാൻ മാവൊന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലിയാണ് കേട്ടോ, വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെഡി ആയതിനു ശേഷം ഇതുപോലെ നമുക്ക് ഒട്ടി പിടിക്കാണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ് കേട്ടോ, വളരെ ഈസിയാണ് ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തിനൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇത് തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.